ലോകത്തിലുള്ള എൻ്റെ എല്ലാ അമ്മമാർക്കും ഞാൻ മാതൃദിന ആശംസകൾ നേരുകയാണ്. മാതൃദിന ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഞാൻ എല്ലാ അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മമാരെല്ലാം സുഖമായി സന്തോഷമായിട്ട് അതിലുപരി മനസ്സമാധാനത്തോടെ കഴിയാൻ സർവേശ്വരൻ എല്ലാ അമ്മമാർക്കും ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ ഈ മാതൃദിനമൊന്നും ഞാനങ്ങനെ ഒരു ദിവസം പ്രത്യേകിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം, എൻ്റെ ദിവസങ്ങളൊക്കെ എല്ലാ അമ്മമാർക്കും വേണ്ടിയുള്ള ദിവസമാണ്. എൻ്റെ ലൈഫിലുള്ള അമ്മയില്ലാത്ത ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ച് ആലോചിക്കാത്ത, അമ്മയെ സ്നേഹിക്കാത്ത, ഒരു കുറച്ചെങ്കിലുമൊക്കെ അമ്മയെ ഓർത്ത് സങ്കടപ്പെടാത്ത ഒരമ്മമാരല്ല, ഒത്തിരി അമ്മമാരെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു ദിവസം അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഓർത്തു ഇന്ന് മാതൃദിനമാണെന്നാണല്ലോ ഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ ദിവസവും മാതൃദിനത്തിൽ ഞാനിങ്ങനെ ആശംസകൾ അറിയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ മിക്കവാറൊന്നും ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കവിതകൾ എഴുതും, അമ്മയെക്കുറിച്ചുള്ള കവിത എഴുതും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മയെക്കുറിച്ചുള്ള ജീവിതാനുഭവങ്ങൾ ഒരു കഥയാക്കി ഞാൻ എഴുതാറുണ്ട്. ചിലപ്പോൾ വീഡിയോ ചെയ്യാനുള്ള, അതിപ്പോൾ റീസെൻ്റ്ലി ആണല്ലോ ഞാൻ ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ മാതൃദിനത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഡിസൈഡ് ചെയ്തു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വീടൊക്കെ നല്ല വൃത്തിയായിട്ട് മെനയാക്കി അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തെല്ലാം ശരിയാക്കി വെച്ചു. പിന്നെ ഈ കിച്ചണിൽ ഈ ഡബ്ബകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം പൊടി പിടിച്ചെല്ലാം ഈ മെഴുകൊക്കെ ആയിരിക്കും, ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കി നല്ല ചക്ക ക്ലീൻ ആക്കി വെച്ചു. ഓക്കെ. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ അടുക്കളത്തോട്ടമൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. കാന്താരി മുളക്, പച്ചക്കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു അമ്മ കൂടുതൽ സമയം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മിക്കവാറും അമ്മമാർക്കൊക്കെ അടുക്കളത്തോട്ടം ഇഷ്ടമാണ്. അമ്മയാണെങ്കിൽ അമ്മമാർക്ക് എല്ലാവരും ഇഷ്ടമുള്ളത്, അമ്മമാരല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കങ്ങനെ അടുക്കളത്തോട്ടം ചെയ്യാനായിട്ട് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ചാക്ക് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, സിമെൻറ്റ് ചാക്ക്. ഞാൻ ആ ചാക്കിനകത്തൊക്കെ താഴെ പോയിട്ട് എല്ലാത്തിലും നല്ല ചെമ്മണ്ണ്, നല്ല ചുമന്ന മണ്ണ്, എല്ലാത്തിലും മണ്ണ് നിറച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഒരു 9 ചാക്കിനകത്ത് ഞാൻ ഇഞ്ചി ഞാനിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. മേടിച്ച് വെച്ചതല്ല, എൻ്റെ തന്നെ ഇഞ്ചി പണ്ട് വാങ്ങിച്ചത്. ഞാനിത് പറിച്ചിട്ട് അത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു വിത്തിനായിട്ട്. അപ്പോൾ ഞാനകത്ത് ഇഞ്ചി നട്ടു. പിന്നെ കുറച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാൻ നടും, കുറച്ച് പിന്നെ 4 എണ്ണത്തിനകത്ത് ഞാൻ പച്ചമുളക് നടും. പിന്നെ ഞാൻ ആകെപ്പാടെ 29 ചാക്ക് നിറച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങയും കത്തിരിക്ക എനിക്കുണ്ടല്ലോ, അത്യാവശ്യം മറ്റുള്ള ഒരുമാതിരിപ്പെട്ടതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓർത്തു പിന്നെ ഈ ചെറിയ പയറുണ്ടല്ലോ, വള്ളിപ്പയർ, കുറ്റിപ്പയർ, അത് നടാമെന്ന് ഓർത്തു. അങ്ങനെ അടുക്കള തോട്ടത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ ചാക്കൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ നീളം കൂടി പോകുന്നുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. ഞാൻ മുളകൊക്കെ പറിക്കുമ്പോൾ കാണിക്കണം. നല്ല പച്ചമുളക്, വലിയ പച്ചമുളകൊക്കെ നടാമെന്ന് ഓർത്തു. എനിക്കിഷ്ടമാണ്. ഞാനൊന്നും പച്ചമുളകൊന്നും ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട്. കാന്താരി അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരുന്നു എൻ്റെ മാതൃദിനത്തിൽ ഞാൻ ചെയ്തത്. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എല്ലാ അമ്മമാരും സുഖമായി, സന്തോഷമായി, സംതൃപ്തമായിട്ട്